ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. അങ്ങനെ ഡയറക്ടർ മിസ്കിൻ സജസ്റ്റ് ചെയ്ത മൂന്നാമത്തെ ചിത്രം പുന്നകൈ 1971 പുറത്തു വന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്. ഇതിൽ മെയിനായിട്ട് ജമിനി ഗണേശൻ, നാഗേഷ്, ജയന്തി, ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് തന്നെയുണ്ട്. എനിക്ക് ഒരുപാട് പേരുടെ പേരുകൾ തന്നെ അറിയില്ല. ഞാൻ ഗൂഗിളിൽ കയറി വിക്കിപീഡിയയിലെല്ലാം ചെക്ക് ചെയ്തു, ബട്ട് സ്റ്റിൽ എല്ലാം ഓർത്ത് വയ്ക്കാൻ തീർച്ചയായിട്ടും പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടറാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത ആൾ, കെ ബാലചന്ദർ. കെ ബാലചന്ദറിനെ അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ 2 മൂവി റെക്കമെൻഡ് ചെയ്യാം. വരുമൈൻ നിറം സികപ്പ്, കമലഹാസൻ്റെ ചിത്രമാണ്. എനിക്ക് തോന്നുന്നു ഇതും 80s മിഡ് 70s പുറത്തു വന്നൊരു പടമാണ്. ഇന്ത്യയുടെ ദാരിദ്ര്യാവസ്ഥയും തൊഴിലില്ലായ്മയൊക്കെ വരച്ച് കാട്ടിയൊരു ചിത്രമാണ്. എന്നെ സംബന്ധിച്ചുള്ള ഒരു കൾട്ട് ക്ലാസിക് സാധനമാണ്. ഏത് കാലഘട്ടത്തിലും നമുക്കത് കൊണ്ടുപോയി എവിടെയും പ്രദർശിപ്പിക്കാം. ആ കാലഘട്ടത്തിനെ പറ്റി മനസ്സിലാക്കി അങ്ങനെ എല്ലാം ആ സിനിമയിലുണ്ട്. അതൊരു എക്സ്ട്രീം ജോൺറായിട്ടിരിക്കെ പുള്ളിയുടെ എനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള രണ്ടാമത്തെ മൂവിയാണ് തില്ലുമുള്ള്. രജനീകാന്ത് ഡബിൾ ആക്ഷനിൽ വരുന്നതാണ്. ഡബിൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് സിനിമ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതെങ്ങനെയാണ് ഡബിൾ ആക്ഷൻ ആവുന്നതെന്നുള്ളത്. അതിൻ്റെ മലയാളം പതിപ്പൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 എക്സ്ട്രീം ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറിൻ്റെ ആദ്യകാല സിനിമയാണ് പുന്നകൈ. അപ്പോൾ പുള്ളിയുടെ കരിയറിലെ ഒരു 12ാമത്തെയോ 15ാമത്തെയോ മൂവിയാണ്. അതിനനുസരിച്ചുള്ള ആ കാലഘട്ടത്തിൻ്റെ പരിഗണന കൊടുത്തു തന്നെ ഈ സിനിമയെ കണ്ടേ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ നമുക്ക് ലാഗടിക്കാം, ക്രിഞ്ച് ആയിട്ടുള്ള സീനുകളുണ്ടാവാം. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, പ്രണയം കാണിക്കുമ്പോൾ 2 പുഷ്പങ്ങൾ തമ്മിൽ ഒന്നാവുക, ഒരു ബലാത്സംഗ സീൻ കാണിക്കുകയാണെങ്കിൽ ഒരുപാട് മൃഗങ്ങളുടെ ക്ലോസപ്പ് കാണിക്കുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഐഡിയോളജിയെ പ്രൊജക്റ്റ് ചെയ്യുക, ആളുകൾക്ക് കുറച്ചുകൂടെ സിദ്ധാന്തങ്ങൾക്ക് എന്ത് വില ഒരു മനുഷ്യൻ കൊടുക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കുക, അങ്ങനെ ഒരു വലിയ മെസ്സേജുള്ള, പഴയ കാലത്തെ പോലെ തന്നെ മെസ്സേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണിത്. പുന്നകൈ എന്ന് പറഞ്ഞ സിനിമയുടെ ഇതിവൃത്തത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പുന്നകൈ എന്ന വാക്കിൻ്റെ അർത്ഥം പറയാം. ചിരി, പുഞ്ചിരി, സ്മൈൽ അങ്ങനെയൊക്കെ പറയുന്ന ഒരു അർത്ഥമാണ് പുന്നകൈ എന്ന് പറഞ്ഞ വാക്കിനുള്ളത്. അപ്പോൾ സ്മൈലിനെ കുറിച്ച് സിനിമയിൽ ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട്, ഗാന്ധിയിസത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സോ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് നാഗേഷിൻ്റെ ക്യാരക്ടർ, അവരൊരു 5 ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ഫ്രണ്ട്സ് നാഗേഷ്. അപ്പം ഈ 5 ഫ്രണ്ട്സിനെ പറ്റിയുള്ള കഥയിൽ പുള്ളി ഒരു പുസ്തക രൂപത്തിലാക്കിയിട്ട് ഒരു പബ്ലിഷറിനെ തേടുകയാണ്. അപ്പം ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിലും പുന്നകൈ എന്നാണ്. അപ്പോൾ ചിരിയെ പറ്റിയുള്ള ഫേക്കായിട്ടുള്ള ചിരി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഓരോ നാടകം പോലെ 2 എപ്പിസോഡ് കാണിച്ചിട്ടാണ് സിനിമയിലോട്ട് കിടക്കുന്നത്. അപ്പോൾ തന്നെ അതൊരു ഡയറക്ടർ ബ്രില്യൻസ് ഉണ്ട്. ഒട്ടും ഏച്ച് കിട്ടുന്നൊരു സീനായിട്ട് തോന്നുന്നില്ല. കാരണം അതിന് 2 അർത്ഥം പറയാൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ പുള്ളി കണ്ടെത്തിയ ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ട് വേണമെങ്കിൽ ആ സീനുകളെ കാണാം. അല്ലാതെ സാധാരണ സിനിമയിൽ അതൊരു നോർമലായിട്ട് സ്റ്റേ ചെയ്താൽ നമുക്ക് ഭയങ്കര ക്രിഞ്ച് അടിക്കുന്നതിന് പകരം ഒരു എന്താ പറയുക, ഒരു നോവലിസ്റ്റ് ഒരു കഥ പറയുന്ന രീതിയിലാണ് അതിനെ കാണിച്ചിരിക്കുന്നത്. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ഫ്രണ്ട്സിൽ ഒരാൾ ഇവരുടെ ഗ്രാജുവേഷൻ സെലിബ്രേഷൻ്റെ അന്ന് മരിച്ചു പോവുകയാണ് ഒരു കാർ ആക്സിഡൻറ്റിൽ. കാരണം പഠിച്ചു കഴിഞ്ഞുള്ള സെലിബ്രേഷനിൽ ഓപ്പൺ കാറിൽ പാട്ടൊക്കെ പാടി പോയി ആ പോകുന്ന പോക്കിൽ ആക്സിഡൻറ്റിൽ ഒരാൾ മരിക്കുന്നു. അപ്പം ഈ 5 പേരുടെയും ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് ഗാന്ധിസമാണ്. ജോലി ചെയ്യുക, നാട്ടുകാർക്ക് ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക, നാടിൻ്റെ ഉന്നമനം, സത്യസന്ധമായിട്ട് ജീവിക്കുക. അങ്ങനെ ഐഡിയോളജിയിൽ 5ൽ 4 പേരായിട്ട് ചുരുങ്ങുന്നു. ബാക്കി ഉള്ളവരെല്ലാം ഈ ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു മരണത്തിന് ഇതായിട്ട് ഇവർ 4 പേരും ആ ഒരു ഐഡിയോളജിയിൽ വിശ്വസിച്ച് ഇനിയുള്ള കാലം ജീവിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നു ഗാന്ധിശിലയുടെ താഴെ. അതിനുശേഷം ഈ 4 പേരും ജീവിതത്തിൽ എങ്ങനെ പോകുന്നു, അതിലൊരാൾ നാഗേഷുമാണ്. അപ്പോൾ ഈ നാഗേഷ് ഓരോ കാലഘട്ടത്തിലും ഈ ഓരോ ഫ്രണ്ട്സിൻ്റെ അടുത്തും എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പുള്ളിക്ക് വരുന്ന ചേഞ്ചസ്, ഇവർക്കെല്ലാവർക്കും വരുന്ന ചേഞ്ചസ്, അവസാനം വരെയും ആരാണ് ഈ ഐഡിയോളജിയിൽ വിശ്വസിച്ച് ജീവിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥ നീങ്ങുന്നത്. 1971 പറയുന്ന ഈ സിനിമയിൽ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് പറയുന്നുണ്ട്, സ്ത്രീകളെ എങ്ങനെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഭാര്യ വീട്ടുജോലി ചെയ്യുമ്പോൾ ആ ഭാര്യയ്ക്ക് വേതനം കൊടുക്കുന്ന ഒരു സീൻ വരെ ഇതിലുണ്ട്. അപ്പം കാലങ്ങൾക്ക് മുന്നേ നമ്മുടെ KG ജോർജ് സാറ് ആദാമിൻ്റെ വാര്യയിൽ ചെയ്ത പോലെ അതിനും മുന്നേ ഇതുപോലുള്ള പടങ്ങളും എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതാത് കാലഘട്ടത്തിൽ ഇതുപോലെ ഓരോ സിനിമാ പ്രവർത്തകരും പറയുന്നൊക്കെയുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി അവസാനം സിനിമയ്ക്കാണ് വയലൻസ് കൂടി സിനിമ കണ്ട ആൾക്കാർ നശിച്ചു പോകുന്നു എന്നുള്ള പഴി കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് ഈ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. കാര്യം ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും സിനിമ അതിൻ്റെ നല്ല വശങ്ങൾ പറയുന്നുണ്ട്, ആൾക്കാരെ അതിൻ്റെ രീതിയിൽ ഉപദേശിക്കുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വന്ന കാലത്ത്
ഫീൽ ഗുഡ് സിനിമകൾ വരുന്നുണ്ട്, ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി പറയുകയാണെങ്കിൽ സിനിമയാണ് വയലൻസിന് കാരണം എന്ന് കുത്തപ്പെടുന്നുണ്ട്. വളരെ ചുരുക്കം സിനിമകളുണ്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ഓർമ്മ വന്നത്. ഓക്കെ, ആ കാലഘട്ടത്തിലേ ഇതെല്ലാം പറഞ്ഞു. ഇനി ഇത് പറഞ്ഞ് പറഞ്ഞ് തേഞ്ഞ് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും നമ്മൾ പഴയതിലോട്ട് പോകുന്ന ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ജെമിനി ഗണേശൻ നായകനായിട്ട് വരുന്ന സിനിമയിൽ പുള്ളി തന്നെയാണ് ഗാന്ധിജിയുടെ ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആളായിട്ട് വരുന്നത്. പുള്ളിയുടെ ഭാര്യയായിട്ട് ജയന്തി, എക്സലൻ്റ് ആക്ടിങ്. നാഗേഷാണ് ഈ കഥ കൊണ്ടുപോകുന്നത്. പുള്ളിയുടെ കയ്യിലൊക്കെ നാച്ചുറൽ ആക്ടിങ് ഭദ്രമാണ്. 1970 തൊട്ട് പുള്ളിയുടെ അവസാന കാലഘട്ടം വരെയും പുള്ളി അഭിനയിച്ചിരിക്കുന്നത് അതാത് കാലഘട്ടത്തിന് വേണ്ട മീറ്റർ അതിൽ വളരെ വിശ്വസനീയമായിട്ട് പുള്ളി ഡെലിവറി ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസുകളൊന്നും ഇതിനകത്ത് ഏച്ചുകെട്ടലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ചില എന്താ പറയുക ഞെട്ടൽ, എന്താ പറയുക അത്ഭുതം, ചിരി, ആ വികാരങ്ങളൊക്കെ കുറച്ച് ഓവർ ദ ടോപ്പാണ്. ബട്ട് നോർമലായിട്ട് ഡെലിവർ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം എക്സലൻ്റ് ആണ്. നമുക്കപ്പോൾ ഒരു ക്രിഞ്ച് വാച്ചല്ല. തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്ന മൂവിയാണ്. ഇനി പറയാൻ പോകുന്നത് ഈ സിനിമയുമായിട്ട് റിലവൻ്റ് ആയിട്ടുള്ള കാര്യമല്ലായിരിക്കാം. പക്ഷേ 1970കൾ അല്ലെങ്കിൽ പഴയ പടങ്ങളിൽ നോക്കുമ്പോൾ തമിഴ് സിനിമകളിലും നമ്മുടെ സിനിമകളിലും മലയാളം സിനിമകളിലും ഒക്കെ ഗാന്ധിജിയുടെ റെഫറൻസുകൾ കൂടുതലാണ്. ഇപ്പം പട്ടണപ്രവേശം, നാടോടിക്കാറ്റിൽ ദാസനും വിജയനും ജയിലിൽ നിൽക്കുമ്പോൾ പ്രത്യാശയോടെ നോക്കുന്നത് ഗാന്ധിജിയുടെ ചിത്രത്തിലോട്ടാണ്. പക്ഷേ ഇപ്പോൾ തമിഴ് സിനിമയിൽ കഴിഞ്ഞ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷമായിട്ടുള്ള സിനിമകളിലെ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയിൽ നിന്ന് അംബേദ്കറിലോട്ടുള്ള പഠനം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കൂടുതൽ അംബേദ്കറിൻ്റെ പഠനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, ആ മാറ്റങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ട് എന്താ പറയുക, സിനിമകൾ കാണുന്ന ഒരാളാണെങ്കിൽ അതും ഒരു ഫുഡ് ഫോർ തോട്ടാണ്. സോ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു.